ഇതൊരു കഷ്ടമാണ് നോക്കണേ. വിവരമുള്ളവർ പറയണത് അത് കേൾക്കേ ഇല്ല. നിന്റെ തങ്കത എന്തിനുള്ള പുറപ്പാടാണ്? അവളെന്തിനാണ് ഈ കനകന്റെ കൂടെ നിന്നിട്ട് അമ്മേനെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നിക്കണേ? ആ പോത്തിനോട് പറഞ്ഞാൽ മനസ്സിലാവേണ്ട അമ്മാവാ. എടാ എൻ്റെ അമ്മയ്ക്ക് ഇതേ അസുഖമായിരുന്നു. മരണം വരെ അത് മാറില്ല. വെറുതെ 5-8 ലക്ഷം ഉറുപ്പ്യ മുടക്കിയിട്ട് ആസ്പത്രി കൊണ്ടുപോകണോ? കാശില്ലാത്തോടത്ത് കടം വരുത്തി വെക്കണോന്ന്. കാശുണ്ടെങ്കിലും ചിലവാക്കാൻ ഞാൻ സമ്മതിക്കത്തൊന്നുമില്ല. നീ ഇതൊന്ന് അവളെ പറഞ്ഞ് മനസ്സിലാക്ക്. അതെ തങ്കം, അമ്മാവൻ പറഞ്ഞത് വളരെ ശരിയാ. നമ്മൾ ഈ കണ്ടീഷനിൽ അമ്മയെ വെറുതെ ആശുപത്രിയിൽ കൊണ്ടുപോയി ഇടണ്ട. കാശ് ചിലവാക്കിയാലും രക്ഷപ്പെടില്ലെന്ന് അമ്മാവൻ പറയണേ. എടി അത് മാത്രല്ല പോത്തെ, വിവരം ഉണ്ടോ നിനക്ക്? കനകൻ എന്തിനാ നിന്റെ അമ്മേനെ ആസ്പത്രി കൊണ്ടുവിടുന്നറിയോ? സ്വയബോധം വന്നു കഴിഞ്ഞാൽ സ്വത്ത് മുഴുവൻ അടിച്ചെടുക്കാൻ. നിന്റെ അമ്മയ്ക്ക് നിന്നോട് വലിയ താല്പര്യമൊന്നുമില്ല. നീ അമ്മയെ നിൽക്കരിച്ചിട്ട് ഇവന്റെ കൂടെ ഓടിപ്പോയതല്ലേ? സ്വയബോധം ഇല്ലാണ്ട് കിടക്കുകയാണെങ്കിൽ കേസ് കൊടുത്താലുള്ള സ്വത്ത് 2 കിട്ടും. ഇല്ലെങ്കിൽ മുഴുവൻ കനകൻ അടിച്ചെടുക്കും. ബുദ്ധി ഉപയോഗിക്കും. അല്ല ഞാൻ പറയണത് നീ ഒന്ന് നിങ്ങൾക്ക് 2 പേർക്കും പറ്റോ? പറ്റുമെങ്കിൽ കൂടെ ഞങ്ങൾ കൊണ്ടുപോകാൻ പോവാ. അയ്യോ നീ പറയുന്ന കേട്ടോ, നിനക്ക് മാത്രമേ തള്ളയുള്ളൂ. എനിക്ക് കൊണ്ട് തന്നെ തള്ളയേക്കാം. ഞാൻ മാനത്തുനിന്ന് പൊട്ടി വീണയൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ എപ്പോഴും ഓടി പോകണുണ്ടോ അങ്ങോട്ട്? ഇല്ലല്ലോ. ക്ലീറ്റിന് ഒരു അക്ഷരം മിണ്ടരുത്. ഇപ്പൊ എന്താ പ്രശ്നം? കാശ് പോണാണോ? കാശ് പോണ പൊക്കോട്ടെ. എന്റെ ഈ നൂലും ഉണ്ട്, 2 വളയുണ്ടാന്ന് ഞാൻ തന്നേക്കാം. അത് അതൊന്നും കൊടുക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. തന്നാണോ? എനിക്ക് എന്റെ അമ്മ ഉണ്ടാക്കി തന്നതാ. അമ്മ അതൊക്കെ ഇപ്പൊ എടുത്ത് വെറുതെ കാശ് കളയേണ്ടതെങ്കിൽ അവൻ പറയണ കേക്ക്. കാല് പിടിക്കും. ഒന്നൊരു വണ്ടി പിടിച്ചിട്ട് വാ. ഓ ഇതിനോടൊക്കെ അമ്മാവ ഇനി ഞാൻ എങ്ങനെ പറയുന്നു? അമ്മാവൻ പറ, മനസ്സിലാവണ്ടേ ഇതൊക്കെ? നീ ആശുപത്രി കൊണ്ടുപോയി അടങ്ങുന്നുണ്ടെങ്കിൽ കൊണ്ടുപോകട്ടെ. എനിക്ക് നല്ല വിശപ്പുണ്ട്. ഞാൻ വല്ലതും കഴിച്ചിട്ട് വരാം. നിക്കട്ടെ, ഞാൻ വിളിക്കട്ടെ. കനക, കനക കൊണ്ടുപോകണ്ട. ഞാൻ വരുന്നില്ല. ഞാൻ ഇവിടെ നിന്നോളാം. വേണ്ട നമുക്ക് പോവാം. ഒന്നുമില്ല, നമ്മൾ ആശുപത്രിയിൽ പോകുന്നു. അതേപോലെ നമ്മൾ തിരിച്ചു വരുമല്ലോ. പിന്നെന്താ? എന്താ ഇന്നത്തെ ദിവസം കഴിഞ്ഞിട്ട് കൊണ്ടുപോയ പോരെ? ഇത്ര നേരം അമ്മയോട് പറഞ്ഞ അമ്മ മനസ്സിലായില്ലേ? ഇറങ്ങാമേനൊക്കെ പോവാം. ഇറങ്ങ്. എന്റെ പൊന്ന് കനക, എനിക്കൊന്നുമില്ല. ഇത് വെറുതെ ഇങ്ങനെ കാണിച്ചതാടാ ഞാൻ. അമ്മ എന്താ വിളിച്ചേ? കനകാന്ന് എന്നെ മനസ്സിലായോ? പിന്നെ ഞാൻ സത്യം പറയാലോ. പിന്നെ അഴകം പറഞ്ഞ് നിങ്ങൾക്ക് എന്നോട് സ്നേഹമില്ല, എന്റെ സ്വത്തിനെ കരുതിയാ നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞല്ല. എന്റെ മക്കൾക്ക് എന്നോട് സ്നേഹം തന്നെയാണ്, ജീവനേക്കാൾ അധികം സ്നേഹമാണെന്ന് പറഞ്ഞ്. എന്നാ പിന്നെ അങ്ങനെ ഒന്ന് പരീക്ഷിച്ച് നോക്കാന്ന് പറഞ്ഞ് ഇങ്ങനെയൊക്കെ ചെയ്യാൻ ഇവൻ പറഞ്ഞു. അങ്ങനെ ഞാനങ്ങ് ചെയ്തു. നിങ്ങളത് കളിക്കാൻ നിൽക്കണോ? അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ കുട്ടികളൊന്നും അല്ലല്ലോ, ഇത്രയും വലുതായ ആളുകളല്ലേ? ജോലിയായിട്ട് അവിടെ പോഷന് മുകളിൽ കയറി നിൽക്കുന്ന എന്നെയാണ് വിളിച്ചു വരുത്തിയത്. പിന്നെ ഇത്ര ആളുകളെ കയറാക്കില്ലേ? കുട്ടികളിയാ വെറുതെ ആളുകളെ തീ തീറ്റിപ്പിക്കാൻ. എന്നാലും അവൻ അങ്ങനെ പറഞ്ഞപ്പോ എനിക്ക് സഹിക്കോടാ. അങ്ങനെ പറഞ്ഞാലും അമ്മ അതൊക്കെ വിശ്വസിക്കാമോ? പൊന്നുപോലെയല്ലേ അമ്മ നോക്കണത്. എനിക്ക് അത് ഒരു വല്ലാത്ത അവസ്ഥ തോന്നി. നിങ്ങൾ എന്നെ വൃദ്ധസാധനത്തിൽ കൊണ്ടിടും, അങ്ങനെ അവൻ പറഞ്ഞപ്പോ എനിക്കത് അതുകൊണ്ടാ അവൻ പറഞ്ഞതുപോലെ ഞാനൊന്ന് അഭിനയിച്ചത്. അത് മാത്രമല്ലടാ, ഇത് ശരിയായി വരുമെങ്കിൽ, നിങ്ങൾക്ക് എന്നോട് സ്നേഹമാണെന്ന് തെളിയുമെങ്കിൽ അവന്റെ പേരിലുള്ള 20 സെന്റ് സ്ഥലം എനിക്ക് നിങ്ങൾക്ക് 2 കൂടെ തരാമെന്നും പറഞ്ഞു. 20 സെന്റ് പോട്ടടാ. എന്താണ് അമ്മാവ അത്? ഞങ്ങളെ ഞാൻ തോറ്റു. തോറ്റാ? ചേച്ചിയോട് ചേച്ചിയുടെ മക്കൾക്കും ജമന്തിക്കും സ്നേഹം ഉണ്ടെന്ന് എനിക്ക് ബോധ്യായി. സമ്മതിച്ചല്ലോ. പിന്നെ നിന്റെ 20 സെന്റ് എഴുതി എന്റെ മക്കൾക്ക് കൊടുക്കടാ. എന്താ ഈ ചേച്ചി പറഞ്ഞു? എന്തിനാ 20 സെന്റ്? എനിക്കുള്ളത് മുഴുവൻ ചേച്ചിയുടെ മക്കൾക്കുള്ളതല്ലേ? അളിയോ അമ്മാവാ, എന്തായാലും സന്തോഷ വാർത്തയുണ്ട്. എൻ്റെ ഒരു കൂട്ടുകാരൻ ഡോക്ടറെ ഞാനിപ്പോൾ വിളിച്ചിരുന്നു. അപ്പൊ അവൻ എന്നോട് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ 75 വയസ്സ് കഴിഞ്ഞ് ഇങ്ങനെ ഓർമ്മക്കുറവ് വന്നാൽ പിന്നെ ശരിയാകത്തില്ലെന്ന്. വെറുതെ ആശുപത്രി കൊണ്ടുപോയി കാശ് കളയത്തില്ല, അത് ലാഭമായില്ലേ? എന്നാലും അളിയാ, നമുക്ക് ഒന്ന് ഹോസ്പിറ്റൽ വരെ കൊണ്ടുപോവാം, എന്നിട്ട് തിരിച്ചു വരാം, അതാ നല്ലത്. പക്ഷെ ഞങ്ങൾ എത്ര വിളിച്ചിട്ട് വേണം ഞങ്ങൾ എത്ര വിളിച്ചിട്ട് അമ്മ വരുന്നില്ല. നീ ഒന്ന് വിളിച്ചു നോക്ക്, നിന്നോടുള്ള സ്നേഹം കൂടുതൽ. പിന്നെ അതുകൊണ്ട് അങ്ങനെയാണല്ലോ. അമ്മ അങ്ങനെ വേണ്ട. ദേണ്ട ശംഭു ആണ് പറയുന്നത്, നമുക്ക് പോണ്ടേ? ഓർമ്മയില്ലാതെ അമ്മ ഓർമ്മയില്ലാതെ ഒന്നുമല്ല, അമ്മ നല്ല ഓർമ്മയിൽ തന്നെ നിന്നെ തല്ലിയത്.
മക്കളിൽ ആർക്കൊക്കെ അമ്മയോട് സ്നേഹം ഉണ്ടെന്ന് അറിയാൻ വേണ്ടി അമ്മ ചുമ്മാ ഒന്ന് അഭിനയിച്ചതാ കേട്ടാ. പേപ്പർ എവിടെ നിനക്ക് ഒപ്പിടണ്ടേ? എന്നാടാ മാല, നിനക്ക് വള വേണ്ടേ? ഊരി എടുത്തോടാ. നിന്റെ മനസ്സിൽ ഇത്ര കരിങ്കല്ലുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ലടാ. എന്റെ പിള്ളേരില്ലായിരുന്നെങ്കിൽ നീ എന്നെ കഴുത്തി അരിച്ച് കൊല്ലുമായിരുന്നല്ലോടാ. നിക്ക് വണ്ടി നിക്കല്ലേ, പൊക്കിയാ പോരെ. തലക എടുത്തോ. Alien versus Alien.